إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ വിശുദ്ധിയും പരലോകമോക്ഷവും ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കുന്ന തഖ്വയോടെ നിലനിർത്തുന്ന വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും അതിൻ്റെതായ പ്രതിഫലം നൽകി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിലെ ഏറ്റവും നിർണായകവും നിർണയത്തിൻ്റെ രാവുൾപ്പെടുന്നതുമായ അവസാനത്തെ 10 അവസാനത്തെ അനർഘ നിമിഷങ്ങളിലേക്ക്, അനുഗ്രഹീത രാപ്പകലുകളിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ 10 നമ്മുടെ ഒരു അവസാനത്തെ അവസരമായി കണക്കാക്കുക എന്നതാണ് പ്രാഥമികമായി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട നിയ്യത്തും ചിന്തയും. ഇനി ഇങ്ങനെ ഒരു റമളാൻ നിർണയത്തിൻ്റെ രാവുൾപ്പെടെയുള്ള 10 എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടണമെന്നില്ല. ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമളാനായിരിക്കും. അങ്ങനെ ഓരോ വർഷവും നമ്മളത് കണക്കാക്കുമ്പോൾ ഒരു വർഷം അത് ശരിയാകും. ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാനിന് നമ്മളില്ലാതെ തന്നെ ഇസ്ലാമിക ലോകം റമളാൻ ആചരിക്കും, റമളാൻ അനുഷ്ഠിക്കും. പക്ഷേ നമ്മൾ പടച്ച റബ്ബിൻ്റെ അലംഘനീയമായ വിധിക്ക് വഴിപ്പെട്ട് യാത്രയായിരിക്കും. അതുകൊണ്ട് ഈ വർഷത്തെ റമളാനിൽ നമ്മൾ ഉണ്ട് എന്നത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അനുഭവം സാക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അസുലഭ അവസരത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കഴിഞ്ഞ 2 അസസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സാക്ഷിയോട് സമാധാനത്തോടെ സംസാരിക്കാൻ കഴിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തിനെ അടിസ്ഥാനപ്പെടുത്തി കനപ്പെട്ട ശുക്ർ റമളാനിക ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ട് റമളാനിൻ്റെ സർവ്വ ചൈതന്യങ്ങളും വ്രതാനുഷ്ഠാനത്തിലും അനുബന്ധമായ കർമ്മങ്ങളിലൂടെയും നേടിയെടുത്ത് തഖ്വ എന്ന നിലവാരത്തിലേക്ക്, അഥവാ കഴിഞ്ഞ 11 മാസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുവാനും വരാനിരിക്കുന്ന 11 മാസ കാലയളവിലേക്ക് വേണ്ട
തൗഹീദി ബോധത്തിൻ്റെയും തവക്കുലിൻ്റെയും തഖ്വയുടെയും തസ്കിയത്തിൻ്റെയും ഇന്ധനം നിറക്കുവാനും നമുക്ക് സാധിക്കുന്നുവോ എന്ന് നമ്മൾ ആലോചിക്കണം. ഏതെങ്കിലും തരത്തിൽ പാകപ്പിഴവുകൾ സംഭവിക്കുന്നു എങ്കിൽ ഇതൊരു ഫൈനൽ ചാൻസായി അവസാനത്തെ 10 നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഉറ്റാലോചിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 നിന്ന് വ്യത്യസ്തമായി അവസാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശറൽ അവാഖിറ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 കടന്നാൽ പ്രവാചകൻ ആദ്യത്തെ 2 ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഉന്മേഷ-ഉത്സാഹത്തോടെ അവസാനത്തെ 10 വരുതിയിൽ വരുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു എന്ന്. ഉടുതുണി മുറുക്കിയെടുത്തു എന്നാണ്. അഥവാ ദീനിന്റെ വിഷയത്തിൽ ഒന്നുകൂടി സജീവമായ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു എന്നാണ്. അപ്പൊ നമ്മളൊക്കെ ഈ കഴിഞ്ഞ 2 നമ്മുടെ തിലാവത്ത്, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥപഠനം, അതേപോലെ ജമാഅത്ത് നമസ്കാരം, അനുബന്ധമായ റവാത്തിബ് നമസ്കാരം, പള്ളിയിൽ കയറിയാൽ നിർവഹിക്കേണ്ട 2 റക്അത്ത് തഹിയ്യത്ത്, സദഖ നിർവഹണം, നിസാബ് അനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട സമ്പത്തിന്റെ നിർണിത ഓഹരി, സൂറത്തു തൗബയിൽ പരാമർശിച്ച 8 വിഭാഗത്തിന് നീക്കിവെക്കുന്ന സക്കാത്ത് നിർവഹണം, അതേപോലെ തന്നെ ഇഖ്റ, നീ വായിക്കുക എന്ന അവതരണം നടന്ന മാസത്തിലെ നിർണയത്തിന്റെ രാവുൾപ്പെടെ ഈ മാസത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വായനയും ഇസ്ലാമിക വിഷയത്തിലുള്ള അവഗാഹവും വിജ്ഞാനവും തീർച്ചയായും പുതിയ കാലത്ത് എത്രമേൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല. അപ്പൊ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ലഭിച്ച അവസരങ്ങളെ, ദിനരാത്രങ്ങളെ എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തി. അതേപോലെ തന്നെ പടച്ച റബ്ബിലേക്ക് നിരന്തരമായി അടുക്കുവാൻ കഴിയുന്ന പ്രാർത്ഥനകൾ അള്ളാഹു ഉത്തരം നൽകാമെന്ന് പറഞ്ഞിരിക്കെ പ്രാർത്ഥനകൾ നിർവഹിക്കുവാനുള്ള സന്മനസ്സും സഹനവും നമ്മൾ കാണിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ പടച്ച റബ്ബിലേക്ക് നിർവഹിക്കേണ്ട ഇതര കർമ്മങ്ങൾ, പടപ്പുകൾക്കിടക്ക് നിർവഹിക്കേണ്ട കർമ്മങ്ങൾ, ഇവ രണ്ടുമാണ് ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണത. ആ വിഷയത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രത്തോളം നമ്മൾ നിലവാരം പുലർത്തി എന്ന് ആലോചിക്കുകയും അതിൽ പാകപ്പിഴവും കുറവും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്നുകൂടി ഉടുതുണി മുറക്കിയെടുക്കുക, ദീനിന്റെ കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുക, സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ കൂടെ ദുനിയാവിന്റെ സന്തോഷത്തിൽ നമ്മുടെ കുടുംബ ബന്ധം, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വർഗ വഴിക്കും നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 പ്രത്യേകിച്ച് കുടുംബത്തെ വിളിച്ചുണർത്തണം. മക്കളോട് ചോദിക്കണം, ഇണയോട് ചോദിക്കണം, കൂടെ ജീവിക്കുന്നവരോട് വിശുദ്ധ ഖുർആനിന്റെ പാരായണം എവിടെ എത്തി, എത്ര സൂറത്തുകൾ അർത്ഥസഹിതം പഠിച്ചെടുത്തു എന്ന്. SLC പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ 1 വർഷം കൊണ്ട് പഠിച്ചെടുക്കുന്ന വിഷയ വൈവിധ്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. പല വിഷയങ്ങളും പല മത്സര പരീക്ഷകളും അതിന്റെ റിസൾട്ട് വരുമ്പോൾ അതിലൊക്കെ മികച്ച പ്രകടനം കാത്തു സൂക്ഷിക്കുമ്പോൾ, അതിലൊക്കെ ഇസ്ലാമിക ഉമ്മത്ത് മികവ് തെളിയിക്കുമ്പോൾ, തറാവീഹ് നമസ്കാരത്തിലെ 11 റക്അത്തിൽ ഇമാമെന്നോ മഅ്മൂമെന്നോ വ്യത്യാസമില്ലാതെ ജുമുഅയുടെ 2 റക്അത്തിലും, അതേപോലെ തന്നെ അസ്റും ദുഹറും മഗ്രിബും ഇശാഉം സുബയും 17 റക്അത്തിലും പാരായണം ചെയ്യപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ എന്ന ഖുർആനിലെ പ്രഥമ അധ്യായത്തിലെ 7 ആയത്തുകളുടെ അർത്ഥം അറിയാത്തവരായി ഇസ്ലാമിക ഉമ്മത്തിൽ ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്ന മെസ്സേജ് കൂടി വിശുദ്ധ റമദാനിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ സൂത്രവാക്യങ്ങളും സമവാക്യങ്ങളും വിവിധ എസ്സേകളും പാരഗ്രാഫുകളും വിവിധ നിയമക്കുരുക്കുകളൊക്കെ അഴിച്ചെടുത്തുകൊണ്ട് മത്സര പരീക്ഷകൾ മുന്നേറുന്നതിനിടക്ക് ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം ആയത്തുകളുടെ അർത്ഥബോധനമാണ് എന്നും ആ ആയത്തുകളിൽ തന്നെ നിരന്തരമായി ഇടപഴകുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തിന്റെ അർത്ഥം അറിയാത്ത അജ്ഞതയിലല്ല എൻ്റെ മകൾ, എൻ്റെ മകൻ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എനിക്ക് വേണ്ടപ്പെട്ടവർ എന്ന രൂപത്തിൽ കുടുംബത്തെ വിളിച്ചുണർത്തണം. പുതിയ കാലധർമ്മത്തിന്റെ അധപ്പതനവും അധാർമികത വൽക്കരണവും മൂല്യച്യുതികളും കാണുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ മനസ്സാ വാചാ കർമ്മണ വരാനിരിക്കുന്ന 11 മാസം നമുക്കും മക്കൾക്കുമൊക്കെ മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ അതിന് പ്രത്യേകമായ ആത്മീയമായ ഔത്സുക്യം നമ്മൾ നേടിയെടുക്കണം. ആത്മീയമായ നിഷ്ഠ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. അതിനുവേണ്ടി അവസാനത്തെ 10 നിശ്ചിത ദിവസങ്ങളിലെങ്കിലും ഭജനമിരിക്കുക, ദുനിയാവിനോടൊന്ന് മാറി നിൽക്കുക, പടച്ചറബിലേക്ക് അടുത്ത് നിൽക്കുക. അതാണ് രാവിനെ സജീവമാക്കിയിരുന്നു എന്ന്. രാവിനെ സജീവമാക്കിയത് എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചും രാത്രി നമസ്കാരത്തിന് ശേഷം പിന്നെ അങ്ങനെ അങ്ങാടിയിലൂടെ കറങ്ങി സമയം അസ്ഥാനത്താക്കി എന്നല്ല, മറിച്ച് രാത്രിയിലെ ഏറ്റവും മൂല്യവത്തായ നിമിഷത്തെ
നിർണയത്തിന്റെ രാവടക്കം ഉൾപ്പെടുന്ന അവസാനത്തെ 10 ഓരോ നിമിഷങ്ങളെയും വിശിഷ്യ രാവിനെയും ഇബാദത്തിന് വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി, ദിക്ർ ദുആകൾക്ക് വേണ്ടി, തൗബ ഇസ്തിഗ്ഫാറുകൾക്ക് വേണ്ടി, അങ്ങനെ അതെല്ലാം സംഗമിക്കുന്ന ഭജനമിരിക്കലിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർവഹിച്ചിരുന്നു. പ്രവാചകൻ വിട പറഞ്ഞ വർഷത്തിൽ 20 ദിനങ്ങളിൽ ഇഅ്തികാഫിരുന്നു എന്നാണ്. പ്രവാചകന്റെ ഈ നടപടിക്രമവും ആ സുന്നത്തുമാണ് അവസാനത്തെ 10 നമുക്ക് നിർവഹിക്കുവാനുള്ളത്. എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇത്രമേൽ ഉത്സാഹം അവസാനത്തെ 10 കാണിച്ചത്? കാരണം അവസാനത്തെ 10 നിർണയത്തിന്റെ രാവ്. വിശുദ്ധ ഖുർആനിലെ 30-ാം ജുസ്ഇലെ സൂറത്തുൽ ഖദ്ർ എന്ന അധ്യായം നമുക്ക് സുപരിചിതമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അതൊന്ന് അർത്ഥമെടുത്ത് അതിന്റെ വിശദീകരണം ഉൾപ്പെടെ നമ്മൾ വായിച്ചു നോക്കേണ്ടതുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അതിനെ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് നിർണയത്തിന്റെ രാവിലാണ് എന്ന്. ആയത്തിന് ശേഷം അല്ലാഹു ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, നിർണയത്തിന്റെ രാവ് എന്താണ് എന്ന് നിനക്കറിയാമോ എന്ന്. അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് വായനക്കാർക്ക്, അനുവാചകർക്ക് വിഷയത്തിന്റെ മാഹാത്മ്യവും ഗൗരവവും തിരിച്ചറിയുന്നതിന് വേണ്ടി ചോദ്യ രൂപത്തിലുള്ള ശൈലി വിശുദ്ധ ഖുർആൻ നൽകാറുണ്ട്. അതാണ് അൽ ഖാരിഅ മൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം. എന്താണ് ആ ഭയങ്കര സംഭവം? അന്ത്യനാളിന്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന സംഭവത്തെ സംബന്ധിച്ച് വമാ അദ്റാക മൽ ഖാരിഅ, നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുകയും എന്നിട്ട് അതിന്റെ ഉത്തരം പറയുകയുമാണ്. നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്, നമ്മുടെ കോൺഷ്യസ് ക്ഷണിക്കുകയാണ്. നിങ്ങൾ സജീവമായി ശ്രദ്ധ പതിപ്പിച്ച് ആലോചിക്കണമെന്ന് പറയുകയാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, നിർണയത്തിന്റെ രാവെന്താണ് എന്ന് നിനക്കറിയാമോ? എന്നിട്ട് അല്ലാഹു ഉത്തരം പറയുക, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാകുന്നു എന്ന്. 1000 മാസമല്ല, ഖൈറും മിൻ അൽഫി ശഹർ എന്നാണ്. 1000 മാസങ്ങളെക്കാൾ 83 വർഷം ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്ത് ചെയ്തതിന് തുല്യമായിട്ടുള്ള പ്രതിഫലവും അതിന്റെ സമയവുമാണ് നിർണയത്തിന്റെ രാവിലെ ഇബാദത്ത് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്നാൽ. നിർണയത്തിന്റെ രാവിൽ 11 റക്അത്ത് നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ 83 വർഷത്തിലധികം തറാവീഹ് നമസ്കാരം, രാത്രി നമസ്കാരം നിർവഹിക്കുന്ന പദവിയും പ്രതിഫലവും നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് അവസരം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. മാത്രവുമല്ല, രാവിലെ എന്താ സംഭവിക്കുന്നത്? വാർഷിക വിശ്വാസികളുടെ ബജറ്റ് കൂടിയാണ്. അടുത്ത വർഷം എന്തൊക്കെ സംഭവിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകളുമായി, അതിന്റെ നടപ്പുകളുമായി, ക്രമങ്ങളുമായിട്ട് പടച്ച റബ്ബിന്റെ കൽപ്പനയുമായി വാനലോകത്ത് നിന്ന് മലക്കുകളുടെ നേതാവായ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമുഖത്തേക്ക് കടന്നു വരികയാണ്. ആയുസ് എത്രയാണ്, അതേപോലെ റിസ്ഖ് എത്രയാണ്, എന്തൊക്കെയാണ് നടക്കാനുള്ളത്, ആ സമയത്ത് അതെല്ലാം രേഖപ്പെടുത്തി നിർണയിക്കുമ്പോൾ പടച്ച റബ്ബിലേക്ക് അടുത്തുകൊണ്ട് നമുക്ക് നിർണയിക്കപ്പെടുന്നതിനെയെല്ലാം അനുഗ്രഹീതമാക്കി തീർക്കാനും അനുകൂലമാക്കുവാനുമുള്ള സൽക്കർമ്മ നിരതമായിട്ടുള്ള ജീവിതമായിരിക്കണം ഈ രാവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. നമുക്ക് അനുകൂലമാകണം. നമുക്ക് നിർണയിക്കുന്നതെല്ലാം ഖൈറിന്റെയും ബറക്കത്തിന്റെയും ആകണം. അതാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന വിധത്തിലായിരിക്കണം ഈ അവസാനത്തെ 10 രാവുകളെ നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ മലക്കുകളാണ് ഇറങ്ങുകയാണ്. അള്ളാഹുവിന്റെ അതിഥികളായി, വാനലോകത്ത് നിന്ന് പടച്ച റബ്ബിന്റെ അതിഥികളായി വർഷത്തിൽ മലക്കുകൾ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അവരുടെ നേതാവ് ആരാണ്? ജിബ്രീലാണ്. ആരാണ് ജിബ്രീൽ എന്ന് പറയുന്നത്? എല്ലാ പ്രവാചകന്മാരുടെയും അരികിലേക്ക് ദൈവീക ബോധനത്തിന് വേണ്ടി വഹ്യുമായി കടന്നു തന്ന മലക്കുകളുടെ അമീറായ ജിബ്രീല് വർഷത്തിലൊരിക്കൽ ഈ ഭൂമിയിലേക്ക് പടച്ച റബ്ബിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ ആ മലക്കുകൾ നമ്മെ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയായിരിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം, സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, അനക്കങ്ങൾ എങ്ങനെയായിരിക്കണം, നാവ് കൊണ്ട്, ശരീരം കൊണ്ട്, സേവനം കൊണ്ടൊക്കെ എന്തൊക്കെ നിർവഹിക്കണം എന്നതിനെക്കുറിച്ച് ആത്മീയമായ സാക്ഷരതയും സൽക്കർമ്മ ബോധവും നമുക്കുണ്ടാകണം. കാരണം ജിബ്രീലും അതേപോലെ മലക്കുകളും ഇങ്ങനെ കണക്കെടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റിപ്പോർട്ട് കൈമാറാൻ കഴിയണം. പടച്ച റബ്ബേ, നിന്റെ അടിയാറുകൾ, നിന്റെ അടിമകൾ, പാപികളായ അവര് പള്ളിയിൽ ഇഅ്തികാഫിരുന്നു കൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ നിന്നിലേക്ക് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കാരുണ്യവാനായ നാഥ കൈകൾ ഉയർത്തി അവർ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ആ രംഗം നമ്മൾ ഉണ്ടാക്കണം. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. വർഷത്തിലൊരിക്കൽ നമ്മുടെ മക്കളുടെ അതിഥിയായി കൂടെ പഠിച്ചവര്, അതല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ ജോലി ചെയ്തവര് വർഷത്തിലൊരിക്കൽ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റായി വരുന്നു എന്ന് പറഞ്ഞാൽ
നമ്മുടെ വീടിന്റെ രൂപഭാവങ്ങളെ, അതിന്റെ ഒരുക്കങ്ങൾ, അതിന്റെ ആതിഥേയ സംസ്കാരമൊക്കെ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തി മറ്റ് എൻഗേജ്മെന്റുകൾ മാറ്റിവെച്ച് കാത്തിരിക്കുമെങ്കിൽ പടച്ച റബ്ബിന്റെ അതിഥികളായി ഈ ഭൂമിയിലേക്ക് മലക്കുകൾ വരുന്ന സമയത്ത് ആത്മീയമായ ആതിഥേയ മര്യാദയോടെ മലായിക്കത്തുകളെ സ്വീകരിക്കുവാനും അവർ പ്രഭാതോദയം വരെ പങ്കുവെക്കുന്ന സലാമുനിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ സമാധാനമാണ് എന്നാൽ ആഗോളതലത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു കാലുഷ്യക്കാലം, കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ ആൾക്കൂട്ടത്തിലാണ് എന്ന വിചാരം പക്ഷേ തനിച്ചായി മനോമുകുരത്തിൽ വല്ലാത്ത ആദിയിലൂടെ, ആശങ്കയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാമ്പത്യം ശിഥിലമാകുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, അയൽപക്ക ബന്ധങ്ങൾ, ദഅ്വാ ജീവിതങ്ങൾ, സംഘടനാ ജീവിതങ്ങൾ, സമാധാനം നഷ്ടപ്പെടുന്ന പല അനുഭവങ്ങളും കടന്നു വരുമ്പോൾ വ്യക്തി, ദാമ്പത്യ, കുടുംബ, സാമൂഹിക സർവതല സ്പർശിയായി ഈ ലോകത്തിന്, ഈ സമൂഹത്തിന്, വിശിഷ്യ ഇസ്ലാമിക ഉമ്മത്തിന് ഈ കാലത്ത് ലഭിക്കേണ്ടത് സലാം, പീസ്, സമാധാനമാണ് എങ്കിൽ ആ സമാധാനവുമായിട്ടാണ് അനേകമായിരം ലക്ഷക്കണക്കിന് മലക്കുകൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ആ സമാധാനം ആശംസിക്കുമ്പോൾ, അത് പങ്കുവെക്കപ്പെടുമ്പോൾ അത് നേടിയെടുക്കാൻ പാകത്തിലുള്ള നടപടിക്രമങ്ങളുമായി നമ്മൾ രാപ്പകലുകളിൽ കഴിച്ചു കൂട്ടണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതിൽ പ്രത്യേകം നമ്മൾ പതിവാക്കേണ്ടത് ഇസ്തിഗ്ഫാർ, തൗബ, പടച്ച റബ്ബിലേക്ക് തെറ്റുകൾ തിരുത്തി മടങ്ങുക. ഞാൻ തൗബ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജീവിതത്തെ കംപ്ലീറ്റ് മാറ്റിപ്പണിയുക എന്നാണ്. തെറ്റുകളോട് തെറ്റിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് തിരിഞ്ഞു നടന്ന് പുതിയ ജീവിതത്തിന് നാമ്പിടുന്നതിനാണ് തൗബ എന്ന് പറയുക. ആമുഖമായി ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 133-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ആഹ്വാനം ചെയ്യുകയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, വസാരിഉ, നിങ്ങൾ മത്സരിച്ച് ധൃതിപ്പെട്ടു വരണേ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ സവിധത്തിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശങ്ങളെക്കാളും ഭൂമിയേക്കാളും പ്രവിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നിടണേ, പാപമോചനം ഇരക്കണേ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, ആർക്കാണ് സ്വർഗലോകം? തഖ്വ, സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് എന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാമെന്നാൽ ഈ ജീവിതത്തിലൊക്കെ നമുക്ക് അതിജീവനം ലഭിക്കണമെങ്കിൽ, പരീക്ഷണങ്ങൾ തുറവി ലഭിക്കണമെങ്കിൽ തഖ്വ ഉണ്ടാകൽ നിർബന്ധമാണ്. അങ്ങനെയെങ്കിൽ പാപമോചനത്തിലൂടെ പടച്ച റബ്ബിലേക്ക് നമ്മൾ തെറ്റുകൾ തിരുത്തി അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷ്മതയുള്ള, തഖ്വയുള്ള, മുത്തഖീങ്ങളായ, മുഖ്ലിസീങ്ങളായ മുഅ്മിനുകളായി, മുസ്ലിമീങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റു പറയുക, ഓരോരുത്തരും ചെയ്ത തെറ്റുകൾ എന്താണ് എന്ന് അവരവർക്കാണ് അറിയുക. ഞാൻ ചെയ്ത തെറ്റിന്റെ രഹസ്യ ജീവിതത്തിൽ, പരോക്ഷ ജീവിതത്തിൽ ആളുകൾ അകന്നു കഴിയുമ്പോൾ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ മനുഷ്യ സഹജമായി ചെയ്തു പോയിട്ടുണ്ട്, അതിനൊക്കെ ഏതൊക്കെ വിധത്തിൽ പൊറുപ്പിക്കണം, പടച്ച റബ്ബിനോട് ഏറ്റു പറയണം എന്നത് നമ്മളാണ്, ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടത്. ഏതെങ്കിലും നഗറുകളിലേക്ക് പോയി അവിടെ പ്രത്യേകം പണമടിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഇസ്തിഗ്ഫാറും തൗബയും എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇമാമോ ഏതെങ്കിലും ഒരു ഉസ്താദോ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുന്ന സമയത്ത് ലഭിക്കുന്ന ഒന്ന് മാത്രമല്ല തൗബയും ഇസ്തിഗ്ഫാറും എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ബോധം നമുക്കാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഇഅ്തികാഫിന്റെ സമയത്ത് അവസാനത്തെ 10-ൽ ഭജനമിരിക്കേണ്ടത് പള്ളിയിലാണ് എങ്കിൽ പള്ളിയിൽ ഭജനമിരുന്ന് ഏകാന്തനായിക്കൊണ്ട് ഒറ്റക്കിരുന്ന് പടച്ചറബിനെ കുറിച്ച് ആലോചിച്ച് തെറ്റുകൾ കണ്ണീർ കണങ്ങളായി തൗബയുടെ തെളിജലം കൊണ്ട് മനസ്സിൽ അടിഞ്ഞുകൂടിയ തിന്മകളുടെ മാറാലകളെ കഴുകിക്കളഞ്ഞ് ആ തെറ്റുകൾ കണ്ണീർ കണങ്ങളായി കവിഞ്ഞൊഴുകി പടച്ചറബിനോട് ചോദിച്ചു വാങ്ങണം ഇസ്തിഗ്ഫാറും തൗബയും. യാ അയ്യുഹന്നാസ്, അല്ലയോ വിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിങ്ങൾ പടച്ചറബിലേക്ക് നിഷ്കളങ്കമായി തൗബ ഇരക്കണേ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, നിഷ്കളങ്കനായ പ്രവാചകൻ, കളങ്കം പറ്റാത്ത പ്രവാചകൻ, രഹസ്യമായും പരസ്യമായും തെറ്റുകുറ്റങ്ങളിലൂടെ കടന്നു പോകാത്ത പ്രവാചകൻ, മനസ്സാ വാചാ കർമ്മണ പരിശുദ്ധമായ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, വിനയമുള്ള അടിമയായി തീരുന്നതിന് വേണ്ടി പ്രവാചകൻ പോലും തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത പ്രവാചകൻ, ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഒരു ദിനത്തിൽ 100-ലധികം തവണ ഇസ്തിഗ്ഫാർ തൗബ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട്, സമ്പർക്കം കൊണ്ട്, സഹവാസം കൊണ്ട്, ഇടപാട് കൊണ്ട്, ഇടപഴകൽ കൊണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ, സംസാരങ്ങളിൽ, സംസ്കാരങ്ങളിൽ, ജീവിതത്തിന്റെ ഭിന്ന ഭാഗങ്ങളിൽ, യാത്രകളിൽ, ജോലികളിൽ, കുടുംബത്തിൽ, പുറത്ത്, ഇങ്ങനെ പല തെറ്റുകൾ പേർ ജീവിച്ച നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദിനം പ്രതി എത്ര തവണയാണ് നമ്മൾ തൗബ ഇരക്കേണ്ടി വരിക? വിനയത്തിന്റെ ഭാഷയിൽ 100ഓളം തവണ അഷ്റഫ്
അഷ്റഫുൽ ഖൽഖ് തൗബയിരുന്നു എങ്കിൽ തെറ്റുപറ്റുന്ന മനുഷ്യരാണ് നമ്മൾ. എത്ര തവണ ഇരക്കേണ്ടി വരും? അപ്പൊ അതിനുള്ള അവസരം ഇഅ്തികാഫിന്റെ സമയത്തുണ്ട്, ഒറ്റക്കിരിക്കുന്ന സമയത്തുണ്ട്. ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുകയും വേണം. അങ്ങനെ തൗബക്ക് വേണ്ടി ഒരുക്കം നടത്തുമ്പോൾ, അത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അതൊന്ന് മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ കഴിയണം. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്, വൽയഅഫു വൽയസ്ഫഹു വൽയഅഫു, നിങ്ങൾ എന്താണ് മാപ്പ് കൊടുക്കാത്തത്? നിങ്ങളുടെ രക്തബന്ധങ്ങൾക്കിടക്ക് സഹോദരനുമായി, സഹോദരിയുമായി, അതല്ലെങ്കിൽ അയൽവാസിയുമായി, അതല്ലെങ്കിൽ ബിസിനസ് പാർട്ണറുമായി, അതല്ല എങ്കിൽ കുടുംബജീവിതത്തിലെ ഏതെങ്കിലും ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, ദഅവത്തിൽ, സംഘടനയിൽ, എവിടെയൊക്കെയാണോ മനുഷ്യർ എന്ന നിലക്ക് തെറ്റുകുറ്റങ്ങളും പരസ്പര ബന്ധങ്ങളിൽ വിഘാതവും സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ വൽയഅഫു, അതൊന്ന് നിങ്ങൾ മാപ്പ് കൊടുക്കണേ. വൽയസ്ഫഹു, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണേ. എന്നിട്ട് അല്ലാഹ് ചോദിച്ചത്, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ, അയ്യഅഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾ ചെയ്ത പാരാവാരം കണക്കെയുള്ള പാപങ്ങൾ പരമകാരുണികനായ പടച്ചറബ്ബ്, ഗഫൂറും അഫൂവുമായ പടച്ചറബ്ബ് നിങ്ങൾക്ക് ഒന്നൊഴികെ, എല്ലാം ഒഴികെ, ഒന്നൊന്നില്ലാതെ കംപ്ലീറ്റ് പുറത്തു തരണം, മാപ്പാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യ സഹജമായി നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ ഒന്ന് മാപ്പാക്കി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാത്തത്? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതുകൊണ്ട് അവസാനത്തെ പത്തിൽ ഇസ്തിഗ്ഫാറിന് വേണ്ടി, തൗബക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ തീർച്ചയായും മനുഷ്യർക്കിടയിൽ സംഭവിച്ചു പോയ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടായിരിക്കണം ആത്യന്തികമായ പാപമോചനത്തിന് വേണ്ടി തീർച്ചയായും നമ്മൾ സമയം കണ്ടെത്തേണ്ടത് എന്നാണ്. അപ്പൊ അവസാനത്തെ പത്തിലെ ഏറ്റവും അസുലഭമായ ഈ അവസരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ, നിർദ്ദേശിച്ച രൂപത്തിൽ കൃത്യമായി ചെയ്യുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഭൗതിക തിരക്കുകൾക്കിടക്ക് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാതെ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരം അള്ളാഹു റമളാനിലൂടെ തന്നുകൊള്ളണമെന്നില്ല. പ്രവാചകന്റെ ഒരു ഹദീസ് കൂടിയുണ്ട്, ഒരു റമളാനിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് പടച്ച റബ്ബിന്റെ പൊറുപ്പിക്കൽ, അള്ളാഹു പൊറത്തു തരിക എന്ന അവസ്ഥ ലഭിക്കപ്പെടാത്ത മനുഷ്യന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവൻ നശിച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകൻ അറിയിച്ചിട്ടുള്ളത്. അത്തരം ഹതഭാഗ്യരിലല്ല നമ്മൾ ഉൾപ്പെടേണ്ടത്. ഒരു റമളാനിലൂടെ അങ്ങ് കഴിഞ്ഞു പോകുന്നതോട് കൂടിയിട്ട് കംപ്ലീറ്റ് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് കാരുണ്യ കാതലായ പടച്ചറബിലേക്ക് അടുത്തുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി കൈവരിച്ച് വിമോചനവും അതിജീവനവും ആത്മസംസ്കരണവും നേടിയെടുക്കേണ്ടതെല്ലാം ഉറപ്പുവരുത്താൻ പറ്റുന്ന മംഗളമായി തീർച്ചയായും വിശുദ്ധ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي أنعمنا وأسعدنا بشهر رمضان المبارك وهو الذي أنزل القرآن في ليلة القدر والصلاة والسلام على رسوله الكريم القائل من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അവസാനത്തെ പത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു കാരുണ്യവാനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, വിശ്വാസികളോട് അത്രമേൽ അടുപ്പമുള്ളവനാണ്. നമ്മൾ മനുഷ്യരാണ്, മലക്കുകളല്ല, മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമകളാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2 പത്തിൽ മനുഷ്യ സഹജമായി എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഈ അവസാനത്തെ 10 വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിർണയത്തിൻ്റെ രാവിനെ കഴിച്ചുകൂട്ടി കഴിഞ്ഞാൽ, റമളാനിന്റെ തൊട്ടു മുമ്പുള്ള മാസങ്ങളിലും ഈ രാവിന്റെ തൊട്ടു മുമ്പുള്ള ദിനങ്ങളിലും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളും പടച്ചറബ് പുറത്തു തരും. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, നിർണയത്തിന്റെ രാവിൽ ആരാണോ കഴിച്ചുകൂട്ടുന്നത്, ഈമാനം വഹ്തിസാബ, വിശ്വാസ ബോധ്യത്തോടെ പ്രതിഫലേച്ഛയോടെ നമ്മൾ കഴിച്ചുകൂട്ടി കഴിഞ്ഞാൽ, അതിനു വേണ്ട അച്ചടക്കവും മനസ്സടക്കവും ആത്മീയ നിഷ്ഠയും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ മുൻകഴിഞ്ഞ പാപങ്ങൾ രാവിനെ, ഒറ്റയിട്ട രാവിനെ, നിർണയത്തിന്റെ രാവിനെ നമ്മൾ കഴിച്ചുകൂട്ടി കഴിഞ്ഞാൽ, മുൻകഴിഞ്ഞ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തു പോയത്, അതേപോലെ ആ രാവിന്റെ തൊട്ട് മുമ്പുള്ള ദിനങ്ങളിലും ചെയ്തു പോയത് പടച്ചറബ് പുറത്തു തരുമെന്നാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാരുണ്യം കാണിക്കുകയാണ്. വിശുദ്ധ റമളാനിലെ അങ്ങേയറ്റത്തെ ആരാധനാ നിർവഹണത്തിലുള്ള ദിനങ്ങളിലൂടെ കടന്നു വന്ന് നോമ്പും രാത്രി നമസ്കാരവും വിവിധ അനുഷ്ഠാന മുറകളും തിലാവത്തുൽ ഖുർആനും ഇസ്തിഗ്ഫാറും തൗബയും നിർണയത്തിന്റെ രാവും ഒക്കെയായി
വിശുദ്ധ റമദാനിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇനിയും മനസ്സിന്റെ ഉടമകളായ മനുഷ്യർക്ക്, വിശ്വാസികൾക്കിടക്ക് എന്തെങ്കിലും സ്ഖലിതങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ ഉണ്ട് എങ്കിൽ അതിനെ കൂടി കംപ്ലീറ്റ് മായ്ച്ചു കളയാനും അങ്ങനെ കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഫിത്ർ സക്കാത്ത് കൂടി സംവിധാനിച്ചിരിക്കുകയാണ്. അള്ളാന്റെ കാരുണ്യം നോക്കൂ. നിർണയത്തിന്റെ രാവൊക്കെ കഴിഞ്ഞ് അവ പെരുന്നാൾ സുദിനത്തിന് ഈദ്ഗാഹിലേക്ക്, നമസ്കാരത്തിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായി നിർവഹിക്കപ്പെടേണ്ട ഒരു സ്വതക്കയായി പിറന്നു വീണ കുഞ്ഞിനടക്കം കൊടുക്കപ്പെടേണ്ട നിർബന്ധ ദാനമാക്കിക്കൊണ്ട് ഫിത്ർ സക്കാത്ത് നിശ്ചയിച്ചതും തുഹ്റത്തൽ ലിസ്വാഇമി, നോമ്പുകാരന് എന്തെങ്കിലും അപാകത ഇനിയും ബാക്കിയുണ്ട് എങ്കിൽ മിനൽ ലഗ്വി വർ റഫസി, ഏതെങ്കിലും തരത്തിലുള്ള വല്ല അധർമ്മവും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശുദ്ധീകരണവും അതേപോലെ വത്തുഅമത്തല്ലിൽ മസാക്കീൻ, അഗതികൾക്കുള്ള അന്നം നൽകലുമാണ്. ആഘോഷങ്ങളുടെ അർമാദം കൊണ്ട്, മദ്യങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന ആഘോഷങ്ങൾ കൊണ്ട് സാമൂഹിക ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുമ്പോൾ, പലരുടെയും ജീവിതം ഒന്നുമല്ലാതാകുമ്പോൾ ഇസ്ലാമിലെ 2 ആഘോഷങ്ങളും ആത്മീയ നിഷ്ഠയുള്ളത്. ഒന്ന് ഹജ്ജിനോട് അനുബന്ധമായി കടന്നു വരുന്ന ഈദുൽ അദ്ഹ, ഇത് 1 മാസത്തെ ഉപവാസത്തിന് ശേഷം കടന്നു വരുന്ന ഈദുൽ ഫിത്ർ എന്നാണ്. 2ഉം ഭക്ഷണം ഓർമ്മപ്പെടുത്തുകയാണ്. ഈദുൽ അദ്ഹയിൽ ബലിയറുത്ത് മാംസം കൊടുക്കുകയാണ്. എന്നാൽ ഫിത്ർ പെരുന്നാളിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണ്. അഗതിയുടെ അന്നം ഉറപ്പുവരുത്തിക്കൊണ്ട് തക്ബീറുകൾ മുഴക്കി ആഘോഷത്തിലേക്ക് പോകുന്നിടത്ത് മനുഷ്യ സ്നേഹവും മാനവിക ഐക്യവും എത്രമേൽ ഹൃദ്യമായിട്ടാണ് ഇസ്ലാം ഉറപ്പുവരുത്തുന്നത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട വിധത്തിൽ അത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു നിയ്യത്തിൽ തന്നെ അത് കൊടുക്കുക. 130 രൂപ നിശ്ചയിച്ച് ഫിത്ർ സക്കാത്തിന്റെ സമാഹരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പെരുന്നാള് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ആകാനുള്ള സാധ്യതയുണ്ട്. ബുധനാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും. അതുകൊണ്ട് ബുധനാഴ്ച ഒരിക്കലും കാണുകയില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോകും. വ്യാഴാഴ്ച 20 മിനിറ്റും അതിലധികവും വിവിധ സ്ഥലങ്ങളിലായിട്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും ചന്ദ്രക്കല ആകാശത്തുണ്ടാകുമെന്നാണ്. അവ കാണുവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പെരുന്നാളാകും. പെരുന്നാളായിക്കഴിഞ്ഞാൽ പെരുന്നാളിന്റെ അദബും സുന്നത്തുമൊക്കെ നമ്മൾ പാലിക്കണം. ചെറിയ പെരുന്നാളിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും അല്പം കഴിച്ചുകൊണ്ടായിരുന്നു ഈദ്ഗാഹുകളിലേക്ക് വന്നിരുന്നത്, പങ്കെടുത്തിരുന്നത് എന്നാണ്. ഇവിടുത്തെ ഈദ് നമസ്കാരം 7 മണിക്ക് സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ്. കൃത്യസമയത്തിന് മുമ്പ് തന്നെ എത്തുകയും ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുന്ന തക്ബീറുകൾ അത് ഉച്ചരിക്കുന്നതിന് വേണ്ടി മക്കളും ഒന്നിച്ച് ആബാലവൃദ്ധം ഇസ്ലാമിക ഉമ്മത്തിന്റെ സംഗമ ഭൂമികയായി ഈദ്ഗാഹുകൾ മാറ്റണം. പൗരോഹിത്യം പറയാറുണ്ട്, ഈദ്ഗാഹ് സംഘടിപ്പിക്കാതെ പടച്ചറബിന്റെ റസൂല് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറഞ്ഞ സമയത്ത് പള്ളിയിലേക്ക് വരികയും പള്ളിയിൽ നിന്ന് നിങ്ങൾ ഈ ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ സമയത്ത് പള്ളിയിൽ വാശി പിടിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഈദ് നമസ്കാരം ആബാലവൃദ്ധം ഇസ്ലാമിക ഉമ്മത്തും പങ്കെടുക്കേണ്ടതാണ്. അത് ആർത്തവ സമയത്തുള്ള സ്ത്രീകൾ വരെ ആഘോഷത്തിൽ പങ്കെടുക്കുകയും തക്ബീറുകൾ മൊഴിയുകയും ഉച്ചരിക്കുകയും നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യട്ടെ എന്നാണ്. പിരീഡിന്റെ സമയത്തുള്ള സ്ത്രീകളെ ഈദ്ഗാഹുകളിലേക്ക് വിളിക്കുന്നതിന് വേണ്ടി സഹാബ വനിതകളെ പ്രവാചകൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയതായി സഹിയായ ഹദീസുകളിൽ കാണുവാൻ കഴിയുന്നതാണ്. അപ്പൊ അത്രമേൽ വളരെ പ്രബലമായ സുന്നത്താണ് ഈദ് നമസ്കാരവും. അതേപോലെ തന്നെ ഈദ്ഗാഹുകളിൽ കാലാവസ്ഥ അനുകൂലമാണ് എങ്കിൽ ഈദ്ഗാഹ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈദ്ഗാഹ് ഇൻഷാ അല്ലാഹ് 7 മണിക്ക് സ്റ്റേഡിയം ഗ്രൗണ്ടിലായിരിക്കും. അതുകൊണ്ട് 2 വഴിക്കുള്ള വരവും പോക്കുമൊക്കെ എല്ലാ വർഷത്തിലും നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. പെരുന്നാളിന്റെ സമാധാന സന്ദേശം പങ്കുവെക്കപ്പെടേണ്ടതാണ്. കുടുംബ ബന്ധങ്ങൾ പുതുക്കേണ്ടതാണ്. അത് ആ സമയത്തുമൊക്കെ നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. കൂടെ സൂചിപ്പിക്കുവാനുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പെരുന്നാളും അതേപോലെ തന്നെ ജുമായും വന്നു കഴിഞ്ഞാൽ അതിൻ്റെത് എങ്ങനെയാണ്? അപ്പൊ അതില് പെരുന്നാളും ജുമായും വന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെ ഈദ് നമസ്കാരത്തിലൊക്കെ പങ്കെടുത്ത് പിന്നീട് തിരിച്ചുപോയി വീണ്ടും ജുമാക്കൊക്കെ തിരിച്ചു വരിക എന്ന് പറയുന്നത് അക്കാലത്ത് വലിയൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനൊന്നുമില്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സമീപത്ത് തന്നെ പള്ളിയുണ്ട്, നമ്മുടെ കൈവശം വാഹനമുണ്ട്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ദീർഘമായ യാത്രകളും അതേപോലെ അവശരായ ആളുകളും രോഗികൾക്കുമൊക്കെ അവർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത് പിന്നെ ജുമാക്ക് വരണം എന്നില്ല. പക്ഷേ നോർമലായ ആളുകളൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട് ജുമായിൽ. അത് തന്നെയാണ് കൂടുതൽ തഖ്വയോട് അടുത്ത് നിൽക്കുന്നതും കൂടുതൽ പ്രാമാണികമായതും. സൂറത്തുൽ ജുമായിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ എന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വെള്ളിയാഴ്ച ജുമാക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തു കൊള്ളണമെന്നാണ്. വിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം. അതിൽ പടച്ച റബ്ബിന്റെ കൽപ്പനയുമുണ്ട്. അതിനനുസരിച്ചാണ് ഹദീസിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പൊ ജുമുഅ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക്
നിർബന്ധമാണ്. എന്നാൽ പെരുന്നാൾ നമസ്കാരം എന്ന് പറയുന്നത് പ്രബലമായ സുന്നത്തുമാണ്. രണ്ടും അനലൈസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഫർളായ കർമ്മത്തിനാണ് മതത്തിൽ പ്രയോറിറ്റി ഉണ്ടാകുക എന്ന് വെച്ച് പെരുന്നാളിന് പ്രയോറിറ്റി ഇല്ല എന്നല്ല. പക്ഷേ രണ്ടും ഒരുമിച്ച് വന്നാലും തീർച്ചയായിട്ടും പെരുന്നാളും നമസ്കരിക്കണം. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമായിലും പങ്കെടുക്കണം. അതല്ലാതെ പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുത്ത് വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ എല്ലാ അവസരം ഉണ്ടായിട്ട് അവിടെ മൊബൈൽ എടുത്ത് വാട്സപ്പ് നോക്കി റീൽസ് നോക്കിയിരിക്കുക, ജുമാ പള്ളിയിൽ നടക്കുക എന്ന രൂപത്തിലുള്ള ഉദാസീനതയും ആ രൂപത്തിലെ ചിന്താഗതിയിലേക്കൊന്നും പോകേണ്ടതില്ല. നേരത്തെ പറഞ്ഞതുപോലെ ദീർഘമായ യാത്രകൾ, വരാൻ സാധിക്കാത്ത ശാരീരികമായ പ്രയാസങ്ങൾ അതൊക്കെ ഉണ്ട് എങ്കിൽ ആ മസ്അല അനുസരിച്ച് ഓപ്ഷൻ എന്ന നിലയ്ക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അതിന്റെ കൂടെയും വൈജ്ഞാനികമായി മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ ദിവസത്തിൽ ജുമായും പെരുന്നാൾ നമസ്കാരവും വന്നാൽ അന്നത്തെ ജുമാ മറ്റുള്ള ദിവസങ്ങളിലെ ജുമാ നഷ്ടപ്പെടുത്തുന്നതിന്റെ ഗൗരവം ഉണ്ടാകൂല എന്ന് അതിൽ നിന്ന് ആ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. സാധാരണ ഒരാൾ ജുമാക്ക് വരാതെ പെരുന്നാളല്ലാത്ത സമയത്ത് ഇപ്പൊ ഇന്നത്തൊക്കെ പോലെ നോർമലായ ഒരു ദിവസം ജുമായിൽ പങ്കെടുക്കാതിരുന്നാൽ ശിക്ഷാർഹനായി തീരുന്നതാണ്. എന്നാൽ പെരുന്നാൾ സുദിനത്തിൽ രണ്ടും ഒരുമിച്ച് വന്നു, നേരത്തെ പറഞ്ഞ ചില കാരണങ്ങളും ന്യായങ്ങളൊക്കെ ഉണ്ട്, അതിനടിസ്ഥാനപ്പെടുത്തി ജുമാക്ക് വന്നില്ല എങ്കിൽ പാപിയായി തീരുകയില്ല എന്ന് അത്തരം ഹദീസുകൾ വായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ഉത്തമമായത് പ്രഥമ പ്രമാണത്തോട് യോജിച്ച് നിൽക്കുന്നത്, തഖ്വയോട് അടുത്ത് നിൽക്കുന്നത്, പുതിയ കാല സാഹചര്യത്തിലും നമസ്കരിക്കാനുള്ള പള്ളിയും യാത്രാ സൗകര്യങ്ങളും ഒക്കെ വ്യാപിച്ച കാലത്ത് നമുക്ക് എടുക്കേണ്ട ഫസ്റ്റ് ഓപ്ഷൻ പെരുന്നാളിലും പങ്കെടുക്കുക, ജുമായിലും പങ്കെടുക്കുക എന്നത് തന്നെയാണ്. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ബാക്കി അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ വന്നണഞ്ഞ അവൻ സമാഗതമാക്കിയിട്ടുള്ള അനുഗ്രഹീതമായ പരിശുദ്ധ റമദാനിന്റെ സർവ്വ ചൈതന്യങ്ങളും നേടിയെടുത്തുകൊണ്ട് റമദാനിനെ യാത്രയാക്കാൻ ചാരിതാർത്ഥ്യം നേടുന്ന, സൗഭാഗ്യം നേടുന്ന വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഈ റമദാനിൽ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അതിന്റെ പ്രതിഫലം കണക്കാക്കുന്നവൻ നീയാണ്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത രൂപത്തിൽ റമദാനിൽ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. എല്ലാത്തിനും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി അവയിലൂടെ ഞങ്ങളുടെ സ്വർഗ പ്രവേശനം നീ എളുപ്പമാക്കി തരണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട്, അശ്രദ്ധ കൊണ്ട്, മനുഷ്യ സഹജമായി സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ നീ പുറത്തു മാപ്പാക്കി തരയണമേ റബ്ബേ. അള്ളാഹുവേ, പുതിയ കാല പ്രതിസന്ധി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ റമദാനിന്റെ സമയത്തും ഇസ്ലാമിക ലോകവും. ലക്ഷോപലക്ഷം വിശ്വാസികൾ, സുഹൃത്തുക്കൾ, മനുഷ്യരെ, വേണ്ടപ്പെട്ടവരൊക്കെ ജോലി ചെയ്യുന്ന പശ്ചിമേഷ്യയുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സഹവർത്തനവും നൽകുമാറാകട്ടെ. പീഡിത ജനവിഭാഗം അങ്ങ് ഇറാനിലും അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലും ഗസയിലും ഫലസ്തീനിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പീഡിത മനുഷ്യർ ആരൊക്കെയുണ്ട് അവർക്കെല്ലാം അല്ലാഹു അതിജീവനവും സമാധാനവും സംരക്ഷണവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സയനിസ്റ്റ് സാമ്രാജ്യത്വ അധിനിവേശത്തിന് വേണ്ടി പടപൊരുതുന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവർക്ക് അല്ലാഹു വിജയവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യം അല്ലാഹു ഭദ്രമാക്കി തീർക്കുമാറാകട്ടെ. അസ്ഥാനത്തുള്ള ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുവാനും വിവേകത്തോടുകൂടി വിഷയത്തിന്റെ മെറിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ വായിക്കുവാനും കാലത്ത് മനസ്സിലാക്കുവാനും ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുവാനും അല്ലാഹു ഭരണാധികാരികൾക്കും ഭരണീയർക്കുമൊക്കെ വിവേകം നൽകുമാറാകട്ടെ. തൗഹീദി ബോധത്തിലൂടെ, തസ്കിയത്തിലൂടെ, തവക്കുലിലൂടെ, തഖ്വയിലൂടെ, ദീനി ബോധത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നണഞ്ഞ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് തേടിക്കൊണ്ടിരിക്കുന്ന പാപമോചന പ്രാർത്ഥനകളും തൗബയുടെ ഇരവുകളും നീ സ്വീകരിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, പാപങ്ങൾ അനവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുവഴിക്ക് ഞങ്ങൾക്ക് നീ ലഭിക്കുവാനുള്ള അനുഗ്രഹം നീ നിഷേധിക്കരുതേ നാഥ. ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിന്നിലേക്ക് മടങ്ങുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ ഉപജീവനത്തിൽ നീ വർധനവ് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ കൂടുതൽ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ നാഥ. ന്യായമായ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെ നീ നിവർത്തിച്ചു തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായ ആളുകൾ, പലവിധ പ്രയാസങ്ങളാൽ രോഗത്തിന് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ, പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞവർ, അല്ലാഹുവേ, അവർക്കെല്ലാം നീ ശമനം നൽകണമേ. അൻത ഷാഫി, അല്ലാഹുവേ, നീയാണ് ശമനം നൽകുന്നവൻ. കേളത്ത് അബ്ദുൽ ഹമീദ് സാഹിബ് ഇന്നലെ മരണപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഈ കാലയളവിനിടക്ക് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാര്, മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, അവരൊക്കെ നിയ്യത്താക്കി മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ഖബർ ജീവിതം സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കുമാറാകട്ടെ.